ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ശ്വാസം കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് ഡോക്ടർ പോകുന്നത്. പിന്നെ പകുതി എൻ്റെ ബോധം പോയ പോലെ ആയിരുന്നു. എന്നെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ബാത്റൂമിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, ഇന്ത്യൻ ക്ലോസറ്റ്. ആ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, സ്റ്റിച്ചിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഹായ്, ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് വന്നതാട്ടോ. എൻ്റെ വർത്തമാനങ്ങൾ കേട്ടിരിക്കുക. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഓപ്പറേഷന് ശേഷമുള്ള എൻ്റെ കുറച്ച് ബോഡിയിലെ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഇതേ സെയിം എന്താ പറയുക കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാം. അങ്ങനെയൊക്കെ ഉള്ളവർ ഷെയർ ചെയ്യണം കേട്ടോ, കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാം. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സിസേറിയൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് നീലൂട്ടൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എനിക്ക് സിസേറിയൻ ആയിരുന്നു, സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു സി സെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതിപ്പം ഡെലിവറി സി സെക്ഷൻ ആയവരിലെ കൂടുതലും ആളുകൾക്കും നോർമൽ ഡെലിവറി പ്രതീക്ഷിച്ച് പോകുന്നവരായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ട് സി സെക്ഷൻ ചെയ്യേണ്ടി വന്നതായിരിക്കും. പക്ഷേ എൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും എന്നെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ് എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതേ അവസ്ഥയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ ബെഡിൽ കിടക്കുമ്പം പോലും ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണെന്ന് ആ സമയം വരെയും എനിക്ക് അറിയത്തില്ലായിരുന്നു. അനസ്തേഷ്യ തരുന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ഓപ്പറേഷൻ ആണ് എന്ന്. നോർമൽ ഡെലിവറി നടക്കത്തില്ല, സി സെക്ഷൻ ആണ് ചെയ്യാൻ പോണേന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലാതെ ആരും എന്നോട് പറഞ്ഞതുമില്ല, ഡോക്ടർ പോലും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ്, ഡെലിവറി അടുക്കാറായ ടൈമിൽ നോർമൽ ഡെലിവറി നടന്നേനെ, പക്ഷേ നോർമൽ ഡെലിവറി നടക്കാറായ സമയത്തിന് കുറച്ച് മുന്നേ ആയിരുന്നു എന്തോ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് കുഞ്ഞിന് ശ്വാസം കിട്ടുന്നില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേനും സി സെക്ഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഡോക്ടർ എന്നോട് വന്ന് പറയുന്നത് നമുക്ക് ചെയ്യാട്ടോ, നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചിട്ടാണ് ഡോക്ടർ പോകുന്നത്. പിന്നീട് ഞാൻ ഡോക്ടറെ കാണുന്നത് എവിടെ വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഡോക്ടറെ ഞാൻ കാണുന്നത്. ആ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ട് പോയ മനുഷ്യനെ ഞാൻ കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അന്നേരം ഞാൻ പകുതി എൻ്റെ ബോധം പോയ പോലെ ആയിരുന്നു. എനിക്ക് ഒന്നും അത്രയും വേദന സഹിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ബോധം പോയ പോലെ ആയി. ഒരു എന്താ പറയുക, എന്താണ് ചുറ്റും നടക്കുന്നതെന്നൊന്നും മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയായി പോയി ആ സമയത്ത് എനിക്ക്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഓപ്പറേഷനൊക്കെ നടത്തി പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബോഡിക്ക് ഉണ്ടായ ഒരു ചേഞ്ചസ്, കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ലല്ലോ. നമുക്കിപ്പം ഓപ്പറേഷൻ നടക്കാൻ പോവാണ്, ഇപ്പം അതിനുശേഷം ഇന്ന ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻഡ് അല്ല. ചിലപ്പം പ്ലാനിങ്ങോടെ നമ്മൾ പോയതാണ്, ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ് 2-3 ദിവസം മുന്നേ ഒക്കെ, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ആണ് എന്നറിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി എൻ്റെ ബോഡിയിൽ ഇന്ന ചേഞ്ചസ് ഒക്കെ. എനിക്ക് പഴയതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ പഴയ രീതിയിൽ നമ്മുടെ ബോഡി എത്തത്തില്ല. അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ ബോഡിയിൽ ഇന്ന ചേഞ്ചസ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടന്ന് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ആണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പറയണേ, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഈ ഒരു അവസ്ഥ തന്നെ ആണോ എന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞ് 1-2 ദിവസത്തേന് എനിക്ക് എഴുന്നേൽക്കുമ്പം, അതായത് നമ്മുടെ വയറിൻ്റെ അടിഭാഗമാണല്ലോ നമുക്ക് ഓപ്പറേഷൻ കീറുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എഴുന്നേറ്റ് ഇരിക്കുമ്പം, നമ്മൾ ഒറ്റ ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മടങ്ങുമല്ലേ, നമ്മൾ ഇങ്ങനെ കിടന്നിരുന്ന നമ്മൾ ഇങ്ങനെ ആവുമല്ലേ എഴുന്നേറ്റിരിക്കുമ്പോഴത്തേനും. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വലിഞ്ഞതിൽ നിന്ന് ഇത്തിരി ഇങ്ങനെ അമങ്ങുമല്ലേ. പിന്നെ കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ മടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ നടു മടക്കാനായിട്ട് ഇങ്ങനെ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോഴത്തേനും എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശ്വാസം എടുക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ നമുക്ക് വയറിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ചെറിയ ബലമൊക്കെ കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് അങ്ങനെ വന്നത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പം ഞാനിങ്ങനെ നൂന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം ഇങ്ങനെ ആയിട്ടാണ് ബാക്കി പകുതി വരെ വരും. അമ്മയോട് പറയാം എന്നെ പിടിച്ചോ എന്ന് പറയും. പകുതി വരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ശ്വാസം വിട്ടിട്ട് ബാക്കിയും കൂടെ പയ്യ. അങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര പാടായിരുന്നു. ബാത്റൂമിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് അല്ല, ഇന്ത്യൻ ക്ലോസറ്റാ. അതിൽ നമുക്ക് ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൂടെ സി സെക്ഷൻ, ഞാൻ സ്വർഗം കണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷേ ആ സമയത്ത് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ റെസ്റ്റ് ആയിരുന്നു. എഴുന്നേൽക്കുമ്പോഴും ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേറെ പ്രശ്നമൊന്നുമില്ല. പയ്യെ എഴുന്നേക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. ഞാൻ എഴുന്നേൽക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. 10 ദിവസമൊന്നുമല്ല, ഒരു 4-5 ദിവസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആരുടെ സഹായം ഇല്ലാതെ എഴുന്നേൽക്കാനും കൈകുത്തി എഴുന്നേൽക്കാനും കിടക്കാനും ഒക്കെ പറ്റി.
പിന്നെ അങ്ങോട്ട് നമുക്ക് ആ മുറിവ് കരിഞ്ഞ് വരുമല്ലോ. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, മുറിവിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും പഴുത്തതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദൈവം സഹായിച്ച് വേറെ ഒറ്റ കുഴപ്പവും ഇല്ലായിരുന്നു. മുറിവൊക്കെ കരിഞ്ഞാലും അമ്മ എന്നോട് പറയുന്നു മരുന്ന് എന്നെ കുളിപ്പിച്ച് ഇറക്കി കഴിയുമ്പോൾ അമ്മ പറയായിരുന്നു മുറിവ് കരിഞ്ഞെങ്കിലും മരുന്നിടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ടെൻഷനായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഒരു ഇത് വരുമോ, ഇൻഫെക്ഷൻ വല്ല ആവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ദൈവം സഹായിച്ച് അങ്ങനൊന്നും ഉണ്ടായില്ല. നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്ത് കേട്ടോ, സൂക്ഷിച്ചു, ആ മുറിവിനെ അങ്ങനെ സൂക്ഷിച്ചു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് എന്നെ 3 മാസമൊക്കെ ആയപ്പോഴത്തേനും അവിടെ വീട്ടിൽ കിടക്കുമ്പം പിന്നെ 3 മാസം നമ്മൾ റെസ്റ്റ് ആണല്ലോ, ജോലിയൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്യേണ്ട, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഞാൻ കെയർഫുള്ളായിട്ട് തന്നെ എഴുന്നേൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴും എനിക്ക് സി സെക്ഷൻ ആണ് എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. പിന്നീട് അങ്ങോട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും എന്നെ അമ്മ ഇവിടെ ചേട്ടയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അപ്പോഴ് ഞാൻ എന്തോ ഇതെന്നറിയോ, 5-ആം മാസമൊക്കെ ആയപ്പം അതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാനും എടുക്കാനൊന്നും എനിക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഫീൽ ചെയ്തിട്ടില്ല. മുറിവിൻ്റെ അവിടെ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ചൊറിയുമ്പോൾ എനിക്ക് മരവിച്ചിരിക്കുന്ന അവിടെ ഇങ്ങനെ ചൊറിയുമ്പോഴാണേലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല, എനിക്ക് പക്ഷെ ചൊറിയുക, പക്ഷെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചൊറിയുമ്പോഴാണേലും എനിക്ക് ചൊറിയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ആ ചൊറിച്ചിൽ മാറുന്നില്ല, എനിക്ക് പക്ഷെ ചൊറിയുവാന്ന്. ഞാനിങ്ങനെ ചൊറിഞ്ഞു പയ്യെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സിസേറിയൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, കീറിയ ഭാഗത്ത് സ്റ്റിച്ചിട്ടില്ലേ, ആ സ്റ്റിച്ചിട്ട ഭാഗത്ത് എനിക്കിങ്ങനെ അത്രയും ഭാഗം എത്രയും കീറിയിട്ടുണ്ടോ അത്രയും ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് നിപ്പുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് അങ്ങനെയില്ല, അവിടെ മുറിവ് കഴിഞ്ഞു, എന്നാൽ അങ്ങനെ ബൾജ് ചെയ്തൊന്നും നിപ്പില്ല, സാധാ നമ്മുടെ ബോഡി എങ്ങനെ അതേപോലെ തന്നെ നിരപ്പായിട്ട് തന്നെ കിടക്കുമെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് മാത്രം അങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ ഞാനത് കെയർ ചെയ്തില്ല, ഞാനത് വിട്ടു. എനിക്ക് അവിടെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ അതേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനത് കെയർ ചെയ്തില്ല, ഞാനത് വിട്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പോഴാണ് എനിക്ക് ആ കാര്യം എന്താണ് മനസ്സിലായത്. എനിക്ക് അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാൻ മെലിഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ മെലിഞ്ഞു. ഒരു 6 മാസം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മെലിയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഞാൻ മെലിഞ്ഞു, സ്കെൽറ്റായി, ഞാൻ എല്ല് പോലെ. അപ്പോഴായിരുന്നു എനിക്കിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് എനിക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായത്. ഇപ്പം ഇനി വണ്ണം വെച്ചപ്പോൾ ആ ബൾജ് ചെയ്ത ഭാഗം ഇത്തിരി വലിഞ്ഞ് ഇങ്ങനെ ഇതായി, നിരപ്പ് ആയ പോലെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ മെലിഞ്ഞിരുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിരുന്നത്, വണ്ണം വെച്ചപ്പോൾ അത് പോയി. അപ്പം അതാണ് അതിൻ്റെ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് നമ്മളിപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ മണ്ണ് കിളയ്ക്കാനും എന്തെങ്കിലും നടാനും ഒക്കെ ആയിട്ട് പോവും. അപ്പോൾ നമ്മൾ നേരത്തെ താമസിച്ചത് ചീനി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നട്ടതിന് ഞാനായിരുന്നു, വളമിട്ട് മണ്ണൊക്കെ വെട്ടിയിട്ടത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു 6 മാസമൊക്കെ ആയെന്ന് തോന്നുന്നു, 6-7 മാസം കണ്ടായി, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ചേട്ടായി എന്നെ കൊണ്ട് ചെയ്യിക്കാതെ ഇങ്ങനെ മണ്ണ് വെട്ടിയിടുന്നു. അപ്പം ഞാൻ ഇത് നേരത്തെ ചെയ്തുകൊണ്ട് നടന്നിട്ട് എനിക്ക് മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ചെയ്യാനായിട്ട് അങ്ങ് ഇങ്ങനെ കിളയ്ക്കാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തൂമ്പ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കിളച്ച് ഒരു 2-3 പ്രാവശ്യം, 2-3 ഒരു ചീനിക്ക് ഞാൻ മണ്ണ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയറിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, വലിയുന്ന പോലെ ഒരു വേദന പോലെയൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അവിടെ വേദന എടുക്കുന്നത് പറഞ്ഞപ്പോഴേ ചേട്ടൻ മാറി നീ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചേട്ടായി പിന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ എനിക്കിനി പഴയതുപോലെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ള ചിന്തയായി. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി. അന്നേരമാണ് ചിന്തിച്ചു തുടങ്ങുന്നത്, ഇനി പഴയതുപോലൊന്നും ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ ഇപ്പം എനിക്ക് വലിയ പ്രശ്നം, ഇപ്പോഴും ഉള്ളിൽ പുറമേ ഉള്ള സ്റ്റിച്ചിൻ്റെ ഭാഗമല്ല, ഉള്ളിലെ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു പിടുത്തമൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഇത്തിരി കട്ടി പണിയൊക്കെ എടുക്കുമ്പോൾ അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ അത് തുടങ്ങാൻ ഉള്ളിലെ മുറിവ് എന്തോ 7 ലെയർ അങ്ങാണ്ടല്ലേ കീറി പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുന്നത്, കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഉള്ളിലെ ആ മുറിവുകൾ ഇനിയും ചിലപ്പം മേ ബി ഉണങ്ങാനുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇത്തിരി കട്ടി പണിയൊക്കെ എടുക്കുമ്പോഴത്തേനും എനിക്ക് ഉള്ളിൽ ആ ഒരു പെയിൻ ചെറിയ രീതിയിൽ, വലിയ രീതിയിലൊന്നും അല്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ പെയിന് തോന്നും. ഓക്കെ, നമ്മളെവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, അതെനിക്ക് ഇപ്പോഴും ഉള്ളൊരു ഇതാട്ടോ. ഞാൻ ഓർക്കാപ്പുറത്തൊരു സിസേറിയൻ, ഒരു ഓപ്പറേഷൻ കഴിയുകയും ചെയ്ത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ ഒന്നും കുഴപ്പമില്ലാത്തവരും കാണുമായിരിക്കാം.
എനിക്കെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ കിടന്നുറങ്ങിയിരുന്നതാട്ടോ. എല്ലാ പെൺപിള്ളേർക്കും അറിയാമായിരുന്നായിരിക്കും നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ കിടന്നുറങ്ങിയിരുന്നതാണ്. ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് ചിലപ്പോൾ കൈ കാസർഗോഡ് കാല് തിരുവനന്തപുരത്ത് അങ്ങനെ രീതിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങുമ്പോഴാണേലും കിടക്കുമ്പോഴാണേലും ഇപ്പോൾ വെറുതെ കിടക്കുവാണെങ്കിലും ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തുവാ പറയുന്നതിന് കുഞ്ഞുങ്ങൾ മൂരി മൂരി എന്നൊക്കെ പറയില്ല, അതിന് എങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഒരു ബലം കൊടുക്കുമല്ലോ നമ്മുടെ ശരീരത്തിന്, ഒരു ഒരു ഉറങ്ങി എഴുന്നേക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നിവരുമല്ലോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വയറ്റിനൊരു വയർ വലിയും പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോഴത്തേനും അത് പോയി മൂട് പോയി എന്നുള്ള രീതിയിലാവും. എനിക്ക് അങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒന്നും ഓർക്കണം, നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ഇങ്ങനെ വരും എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം ഡെലിവറിക്ക് വേണ്ടി പോയ സമയത്തൊന്ന് സി സെക്ഷൻ ചെയ്യും, എനിക്ക് ഓപ്പറേഷൻ കഴിയുമെന്നുള്ള ഒരു ഇതും ഇല്ലാതെ പോയതാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞതാ, വീട്ടിലെത്തും എന്നുള്ള രീതിയിൽ പോയിട്ട് സിസേറിയൻ കഴിയുന്ന സമയത്തൊന്നും ചിന്തിക്കത്തില്ല നമ്മൾ ഭാവിയിൽ ഇങ്ങനെ നമ്മൾ അനുഭവിക്കും, ഇങ്ങനത്തെയൊക്കെ ഫീൽ ചെയ്യും എന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പം എനിക്കിങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വയറിൻ്റെ ഇപ്പം കീറിയ ഭാഗം ദാ ഇതാണെന്ന് വെച്ചോ, ഇവിടെ ഇങ്ങനെ കീറി, പക്ഷെ എനിക്ക് ഈ വയറിൻ്റെ ഈ ഭാഗത്ത് എനിക്ക് നല്ല മരവിച്ചു ഇരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, മരവിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഉള്ളിൽ അവിടെ സ്റ്റിച്ച് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ മരവിച്ചിരിക്കുന്നതും പിന്നെ ഒരു വലിവ് ഫീൽ ചെയ്യുന്നതും ഒക്കെ. എല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ. ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ, പറയണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ബുദ്ധിമുട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് ആ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും എൻ്റെ ചേച്ചിക്കൊന്നും അങ്ങനെയില്ല, എനിക്കെന്താ പിന്നെ അങ്ങനെ വന്നതെന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ട്, പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും തരുന്നില്ല, അതുകൊണ്ട് ഞാനതങ്ങ് വിട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് സിസേറിയൻ കഴിഞ്ഞവരൊന്ന് പറയണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ എന്നൊക്കെ പറയണം. പിന്നെ ഡെലിവറി സ്റ്റോറി, പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ പണ്ടെന്ന് പറയുമ്പോൾ ഒരു 1-2 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ. അത് ഒന്നും കൂടി വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാമല്ലേ എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരാളുടെ ഡെലിവറി സ്റ്റോറി അപ്ലോഡ് ചെയ്തേക്കുന്നുണ്ടായിരുന്നു. മാളു എന്ന് പറയുന്ന യൂട്യൂബർ, മാളു എന്നാണ് തോന്നുന്നു പേര്, ചാനലിൻ്റെ പേര് മൈ ലൈഫ് മൈ ഡ്രീംസ് അങ്ങനെ എന്തോ ഒരു പേര്. അപ്പോൾ പുള്ളിക്കാരി ഇട്ടേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഡെലിവറി സ്റ്റോറി ചെയ്താലോ പ്രഗ്നൻസി സ്റ്റോറി ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ, നിങ്ങളുടെ അനുഭവങ്ങളും പറയുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.